നെക്സ്റ്റ് ടോപ്പിക്കാണ് ദ ആർട്ട് ഓഫ് ഡീബഗ്ഗിങ്. അതായത് നമ്മൾ ഡീബഗ്ഗിങ് മീൻസ് നമ്മൾ സക്സസ്ഫുൾ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഡീബഗ്ഗിങ് ചെയ്യുന്നത്. അതായത് നമ്മൾ ടെസ്റ്റ് കേസ് മീൻസ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഓരോ സോഫ്റ്റ്വെയറിനെ ആണെങ്കിലും അല്ലെങ്കിൽ ഫംഗ്ഷനെ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാനും ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാക്കും. ആ വാല്യൂസിനെയാണ് ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഒരു ടെസ്റ്റ് കേസും ഒരു ടെസ്റ്റ് കേസ് ഒരു എററിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡീബഗ്ഗിങ് എന്താ ചെയ്യുന്നത് മീൻസ് ആ എററിനെ റിമൂവൽ ചെയ്യലാണ് ഡീബഗ്ഗിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ദ ഡീബഗ്ഗിങ് പ്രോസസ്സാണ്. ദ ഡീബഗ്ഗിങ് അതായത് ഡീബഗ്ഗിങ് ടെസ്റ്റിംഗ് അല്ല, ഡീബഗ്ഗിങ് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമാണ്. അതായത് ടെസ്റ്റിംഗ് കൊണ്ട് അൺകവർ ചെയ്ത എറർസ് അത് മാറ്റലാണ് ഡീബഗ്ഗിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് ഫിഗറിൽ ആ ഒരു ഡീബഗ്ഗിങ് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇതാണ് ഡീബഗ്ഗിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതായത് ഇവിടെ ടെസ്റ്റ് കേസസ് ആണ്. ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ സിസ്റ്റം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച വാല്യൂസാണ്. സോ ഈ വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഇവിടെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് എന്ത് ചെയ്യും, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ഡീബഗ്ഗിങ്ങിന് കൊടുക്കും. ഡീബഗ്ഗിങ്ങിന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഡീബഗ്ഗിങ് അതിൻ്റെ എന്താണ് ആ ഒരു എററിൻ്റെ കോസ് എന്താണ്, പിന്നെ എന്തെങ്കിലും അഡീഷണൽ ടെസ്റ്റ് വേണോ, കൂടുതൽ എറേഴ്സ് കണ്ടുപിടിക്കാനെന്നുള്ള ഒരു റിപ്പോർട്ട് തിരിച്ച് ടെസ്റ്റ് കേസസിലേക്ക് കൊടുക്കും. എന്നിട്ട് അതിനനുസരിച്ച് ടെസ്റ്റ് കേസ് ഉണ്ടാക്കിയിട്ട് പിന്നെയും ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനി നെക്സ്റ്റ് ഈ ഡിബഗ്ഗിങ്ങിൻ്റെ ഓൾസോ ഇനി വരുന്ന പ്രൊസീജിയറാണ്. ആ ഒരു എറർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്താണ് കോസസ് എന്നുള്ള കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആ എറർ കറക്റ്റ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് വരുന്നത് റീഗ്രഷൻ ടെസ്റ്റാണ്. റീഗ്രഷൻ ടെസ്റ്റ് ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിംഗ് ആണ്. അതായത് മുന്നേ ഉണ്ടായ കുറേ എറേഴ്സ് നമ്മൾ ആ എറേഴ്സിനെ ബേസ് ചെയ്തിട്ട് പുതിയ ടെസ്റ്റ് കേസസ് ഉണ്ടാക്കുന്നതിനാണ്. അതായത് നമുക്ക് മനസ്സിലാവും ഏകദേശം വരാൻ പറ്റിയ എറേഴ്സ് എന്തൊക്കെയാണ് ആ ഒരു സോഫ്റ്റ്വെയറിൽ. അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ ടെസ്റ്റ് കേസസ് ഉണ്ടാക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, റീഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഡീബഗ്ഗിങ് പ്രോസസ്സിന് 2 ഔട്ട്കംസ് ഉണ്ട്. അതായത് എന്താണോ നമ്മുടെ എറർ ഉണ്ടായത് ആ എററിൻ്റെ കോസ് കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നെക്സ്റ്റ് രണ്ടാമത് പറയുന്നത് കോസ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. സോ ഈ 2 ഔട്ട്പുട്ടാണ് ഡീബഗ്ഗിങ്ങിന് വരുന്നത്. ഇനി ഡീബഗ്ഗിങ് സ്ട്രാറ്റജീസാണ് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്ക്. ഡീബഗ്ഗിങ് സ്ട്രാറ്റജീസ് മീൻസ് നമ്മൾ 3 ഡീബഗ്ഗിങ് സ്ട്രാറ്റജീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ബ്രൂട്ട് ഫോഴ്സ്, സെക്കൻഡ് വൺ ബാക്ക് ട്രാക്കിംഗ് ആൻഡ് തേർഡ് വൺ കോസ് എലിമിനേഷൻ. അതായത് ഡീബഗ്ഗിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഡീബഗ്ഗിങ് ആണ് ബ്രൂട്ട് ഫോഴ്സ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് അത് പ്രോബബ്ലി മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്, ലീസ്റ്റ് എഫിഷ്യൻറ്റും മെത്തേഡാണ്. അതായത് നമ്മൾ വേറൊരു മെത്തേഡും വർക്ക് ചെയ്യാത്തപ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നത്. സപ്പോസ് നമ്മൾ ഒരു കമ്പ്യൂട്ടർ ഒരു എറർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ബ്രൂട്ട് ഫോഴ്സ് ടെക്നിക്ക് മീൻസ് നമ്മൾ പല ഇൻഫർമേഷൻസും കളക്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എറേഴ്സിൻ്റെ കോസ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മൾ ചിലപ്പം ഗസ് ചെയ്യും. അതായത് നമുക്ക് പ്രോപ്പറായിട്ട് ഏതാണെന്ന് അറിയില്ല. അപ്പം കുറേ സംഭവങ്ങൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട്, പിന്നെ മെമ്മറിയിലെ കണ്ടൻസ്, അങ്ങനത്തേക്കുള്ള റൺ ടൈം ഉണ്ടായ കണ്ടൻസ് അതൊക്കെ എടുത്ത് നമ്മൾ എക്സാമിൻ ചെയ്തും ഗസ് ചെയ്തും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കോസ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ചിലപ്പം സക്സസ് ആവാം, ചില കേസിൽ നമ്മൾ കുറേ എഫേർട്ട് എടുത്താലും ഫെയിൽ ആവാം. അതാണ് എന്താ പറയുന്നത് ബ്രൂട്ട് ഫോഴ്സ് ടെക്നിക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ബാക്ക് ട്രാക്കിംഗ് എന്ന് വെച്ചാൽ ബാക്ക് ട്രാക്കിംഗ് ആണ്. ബാക്ക് ട്രാക്കിംഗ് ഡീബഗ്ഗിങ് അപ്രോച്ച് സ്മോൾ പ്രോഗ്രാംസിലാണ് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. അതായത് നമ്മൾ എവിടെയാണോ നമ്മുടെ എറേഴ്സ് കണ്ടുപിടിച്ചത്, സിംറ്റംസ്, അതായത് നമ്മുടെ എറേഴ്സ് കണ്ടുപിടിച്ചത്, ആ ഒരു സോഴ്സ് കോഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, തുടങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ എങ്ങനെയാണോ
എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ സിംറ്റംസ് കണ്ടുപിടിക്കുന്നത് വരെ എന്ത് ചെയ്യുക, ബാക്ക് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ബാക്കിലുള്ള കോഡ്, അതായത് ആ കോഡ് എവിടെ നിന്നാണോ വന്നത് ആ കോഡിലേക്ക് പിന്നെ പോകും. പിന്നെ ആ കോഡ് എവിടെ നിന്നാണോ കോൾ ചെയ്യുന്നത് പിന്നെ ആ കോഡിലേക്ക് അങ്ങനെ പോവും. അപ്പോൾ നമ്മളെ നമ്പർ ഓഫ് സോഴ്സ് കോഡ്, അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലൈൻസ് ഇൻക്രീസ് ചെയ്യുമ്പം എന്താണ്, നമ്മൾ ഈ ബാക്ക് ട്രാക്ക് ചെയ്യേണ്ട ലൈൻസിൻ്റെ നമ്പറും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതും നല്ലൊരു മെത്തേഡ് അല്ല. സോ അതായത് നമ്മൾ എവിടെയാണോ എറർ ഉണ്ടായത് ആ ഒരു ലൈന് മുതൽ ലൈന് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ബാക്കിലേക്ക് പോവുക. അതായത് ആ ലൈൻ എവിടെ നിന്നാണോ കോൾ ചെയ്യുന്നത് അതിലേക്ക്, പിന്നെ അത് എവിടെ നിന്നാണോ കോൾ ചെയ്യുന്നത് അതിലേക്ക്, അങ്ങനെ അണ്ടിൽ നമ്മൾ എപ്പോഴാണോ ഫൈനലി എവിടെയാണോ എത്തുന്നത്, എപ്പോഴാണോ അതിൻ്റെ കോഴ്സ് കണ്ടുപിടിക്കുന്നത് അവിടെ വരെ ചെയ്യാം. ഇനി നെക്സ്റ്റ് തേർഡ് വണ്ണാണ് കോഴ്സ് എലിമിനേഷൻ. അത് കോഴ്സ് എലിമിനേഷൻ മീൻസ് നമ്മൾ മാത്തമാറ്റിക്കൽ അപ്രോച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇൻഡക്ഷൻ ഓർ ഡിഡക്ഷൻ മെത്തേഡ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് ബൈനറി പാർട്ടീഷനിങ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു എറർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ എറേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ റിലേറ്റഡ് ടു എറർ ഒക്കറൻസ് എന്ത് ചെയ്യുക, നമ്മൾ പൊട്ടൻഷ്യൽ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു കോഴ്സ് ഹൈപ്പോതിസിസ് ഡെവലപ്പ് ചെയ്യുക, ഡിവൈസ് ചെയ്യുക. അതിലെന്താ ഉണ്ടാവുക, നമ്മുടെ ആ കോഴ്സ് ഹൈപ്പോതിസിസിൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത ഡാറ്റ യൂസ് ചെയ്തിട്ട് ആ ഹൈപ്പോതിസിസിനെ നമുക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്പ്രൂവ് ചെയ്യാം. അതായത് ആ ഹൈപ്പോതിസിസ് വരില്ല എന്നുള്ളത് ചെയ്യാം. എന്നിട്ട് അതായത് നമ്മൾ അങ്ങനെ ഓരോ ലിസ്റ്റ് ഓഫ് പോസിബിൾ കോസസും, അതായത് ആ ഡാറ്റ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള, എന്തുകൊണ്ട് എറർ ഉണ്ടാക്കുന്നതെന്ന് ലിസ്റ്റ് ഓഫ് പോസിബിൾ കോസസ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ ലിസ്റ്റ് ഓഫ് പോസിബിൾ കോസസും ഈ ഡാറ്റയിൽ പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രൂവ് ചെയ്യുന്നുണ്ടോ, ഈ കോഴ്സിനെ ഈ ഡാറ്റ അപ്രൂവ് ചെയ്യുന്നുണ്ടോ, അപ്രൂവ് ചെയ്യുന്നില്ലേ എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുക. ഇനി അപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ആ ഒരു എററിൻ്റെ കോഴ്സായിരിക്കും, അല്ലെങ്കിൽ ആ കോഴ്സിനെ മാറ്റിക്കളയാം. അങ്ങനെ എപ്പോഴാണോ നമുക്ക് നമ്മുടെ എററിൻ്റെ കോഴ്സ് കിട്ടുന്നത് അതേ വരെ ആ ടൈം വരെ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്, കോഴ്സ് എലിമിനേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഓട്ടോമാറ്റഡ് ഡീബഗ്ഗിംഗ് ആണ്. അതായത് നമുക്ക് ഡീബഗ്ഗിംഗ് അപ്രോച്ചസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാമിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അതായത് നമ്മൾ ചെയ്യാണ്ട് മാനുവലായി ചെയ്യാണ്ട് പ്രോഗ്രാമിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറേ ഡീബഗ്ഗിങ് ആക്ടിവിറ്റീസ് ചെയ്യാം. എല്ലാം ചെയ്യാം എന്നല്ല, കുറച്ചൊക്കെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്സ് IDE, അതായത് നിങ്ങൾ ജാവ IDE ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് അതിലെന്താ, നമ്മൾ ജാവയിലൊക്കെ ഇപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് മിസ്സിങ് ആണെങ്കിൽ, ഇപ്പോൾ സെമിക്കോളനൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ അതിലപ്പം തന്നെ കാണിക്കും, കമ്പൈൽ ചെയ്യാണ്ട് തന്നെ കാണിക്കും, ആ എറർ കാണിക്കും. കമ്പൈലൊന്നും നമുക്ക് ചെയ്യണ്ട, കമ്പൈൽ ചെയ്യാണ്ട് തന്നെ ആ സ്പോട്ടിൽ തന്നെ കാണിക്കും. അതൊരു ഡീബഗ്ഗിങ് മെത്തേഡാണ്. പിന്നെ അതുപോലെ തന്നെ പല ഡീബഗ്ഗിങ് കമ്പൈലേഴ്സും ഡീബഗ്ഗിങ് എയ്ഡ്സ് ആണെങ്കിലും പിന്നെ ഓട്ടോമാറ്റിക് ടെസ്റ്റ് ജനറേറ്റർ, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന അതൊക്കെ ആണെങ്കിലും നമ്മളിപ്പോൾ അവൈലബിൾ ആണ്. സോ അത് തന്നെയാണ് എന്ത് പറയുന്നത്, ഓട്ടോമാറ്റിക് ഡീബഗ്ഗിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കറക്റ്റിംഗ് ദ എറർ. അതായത് നമ്മൾ ഒരു ബഗ് ഫൗണ്ട് ചെയ്താൽ, ഒരു എറർ ഫൗണ്ട് ചെയ്താൽ അത് എന്ത് ചെയ്യണം, നമുക്ക് കറക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ദ കറക്ഷൻ ഓഫ് എ ബഗ് എന്ത് ചെയ്യും, നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ വേറെ ഒരു എറർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മതി. അതായത് ഒരു സൈഡ് കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ബഗ് കണ്ടുപിടിച്ചു, അത് വേറെ ഒരു എറർ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചും കൂടി എഫേർട്ട് വരാം. അപ്പോൾ നമ്മൾ 3 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഒരു ബഗ് കറക്റ്റ് ചെയ്യുമ്പം ആസ്ക് ചെയ്യേണ്ടത്. നമ്മൾ ഈ ബഗ് കറക്റ്റ് ചെയ്യുമ്പം നമ്മൾ അതുകൊണ്ട് വേറൊരു എറർ എവിടെയെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് വാട്ട് നെക്സ്റ്റ് ബഗ് മൈറ്റ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഫിക്സ് ഐ ആം എബൌട്ട് ടു മൈക്ക്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ബഗ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ഫിക്സ് ചെയ്യുമ്പം വേറെ ഏതൊക്കെ ബഗ്ഗാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും.
ഇനി നെക്സ്റ്റ് പറയുന്നത് വാട്ട് കുഡ് വി ഹാവ് ഡൺ ടു പ്രിവെൻറ്റ് ദിസ് ബഗ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. അതായത് നമ്മൾ ഈ ബഗ് പ്രിവെൻറ്റ് ചെയ്യാൻ ഫസ്റ്റിൽ തന്നെ എന്ത് ചെയ്യണം, അതായത് ബഗ് വരാതിരിക്കാൻ വേണ്ടി ഫസ്റ്റ് പ്ലേസിൽ തന്നെ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ ആൻസർ ചെയ്യണം.